ഈ ഉരമരുന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉരച്ച് കൊടുക്കുന്ന മരുന്നാണ് ഉരമരുന്ന്. നമ്മൾ പണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ കള്ളിയായിട്ട് ഒരു പെട്ടിയിൽ മരുന്നുകളെടുത്ത് വൈദ്യന്മാർ കുട്ടിക്ക് ഉരച്ച് വായിൽ കൊടുക്കുന്ന ഒരു മരുന്ന്, അതാണ് ഈ ഉരമരുന്ന്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഈ ഉരമരുന്ന് ഇന്നത്തെ ജനറേഷന് യൂസ്ഫുൾ ആയ രീതിയിൽ ഏറ്റവും സയൻറ്റിഫിക് ആയിട്ട് എങ്ങനെ കൊടുക്കാം എന്നാണ് പറയുന്നത്. ആദ്യമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ, ഒരുപാട് മാതാപിതാക്കൾക്കുള്ള സംശയമാണ്, 6 മാസം ബ്രസ്റ്റ് ഫീഡിങ് മാത്രമേ ചെയ്യാവൂ, അപ്പോൾ ഈ ഉരമരുന്ന് കൊടുക്കാൻ പാടുമോ, പീഡിയാട്രീഷ്യൻസ് സമ്മതിക്കുന്നില്ല എന്നൊക്കെ സ്ഥിരം നമ്മൾ കേൾക്കുന്നുണ്ട്. അതിനുള്ള ആൻസറാണ് ഞാൻ ആദ്യം പറയുന്നത്. ആക്ച്വലി ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് മെഡിക്കേഷൻസ് നമ്മൾ പാലിലോ അതിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വെഹിക്കിൾ അല്ലെങ്കിൽ മീഡിയം, അത് പാലാകാം, നെയ്യാവാം, തേനാവാം, അതിൽ ഉരച്ച് കൊടുക്കുന്ന ഒരു മരുന്നാണ്. അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന മെഡിസിൻസിന് ധാരാളം ഔഷധ ഗുണങ്ങൾ ഉറപ്പായിട്ടും ഉണ്ട്. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. അതുകൊണ്ട് സ്വന്തം കുഞ്ഞിന് 6 മാസത്തിൽ താഴെയുള്ള കുഞ്ഞിന് ഉരമരുന്ന് കൊടുക്കാനായിട്ട് യാതൊരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. അലോപ്പതി ഡോക്ടർമാർക്ക് ഇതിൻ്റെ ബയോകെമിസ്ട്രിയോ സയൻറ്റിഫിക് ആയിട്ടുള്ള റിപ്പോർട്ട്സോ കുറിച്ചോ ഗ്രാഹ്യമില്ലാത്തത് കൊണ്ടാകാം അവരതിനെ അങ്ങനെ പരാമർശിക്കുന്നത്. ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 16 മുതൽ 18 കൂട്ടം മരുന്നുകളുടെ ഒരു സെറ്റാണ് ഈ ഉരമരുന്ന്. മാതളത്തോട്, ചുക്ക്, കടുക്ക, നെല്ലിക്ക, താന്നിക്ക, തുമ്പ, ഇടംപിരി, വലംപിരി, വയമ്പ് മുതലായവ. ഇതിലുള്ള മരുന്നുകൾ ഇപ്പോൾ മലബന്ധമുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കടുക്ക നല്ലതാണ്. പിന്നെ വയറുവേദനയുള്ള കുട്ടികൾക്ക് ചുക്കും കായവും നല്ലതാണ്. പിന്നെ ലൂസ് മോഷനുള്ള കുഞ്ഞുങ്ങൾക്ക് ജാതിക്കയുടെ തൊണ്ട് നല്ലതാണ്. അതുപോലെ കുട്ടികൾക്ക് നമുക്കറിയാം 2 വയസ്സ് വരെയാണ് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അപ്പോൾ വയമ്പ് ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഫ്ലാറ്റുലൻസ്, കോളിക്കി പെയിൻ, വെരി കോമൺ കണ്ടീഷനാണ് കുട്ടികൾക്ക്. അതിന് മാതളത്തോടും ജാതിക്കയും അതുപോലെ കടുക്ക, നെല്ലിക്ക, താന്നിക്ക അതെല്ലാം ഉണ്ട്. ഈ പറഞ്ഞ ത്രിഫല എന്ന് പറഞ്ഞ കൂട്ടിന് രസായന ആക്ഷനും ഉണ്ട്. അതായത് കുഞ്ഞിന് വേറെ രോഗങ്ങളൊന്നും വരാതെ കുട്ടിയെ ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിലും നമുക്കിത് ഉപയോഗിക്കാം. 2 തരത്തിലാണ് നമുക്ക് ഈ ഉരമരുന്ന് ഉപയോഗിക്കാൻ പറ്റുക. ഒന്ന് പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ്, അതായത് യാതൊരു അസുഖങ്ങളും ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഇനിയൊരു അസുഖങ്ങൾ വരാതിരിക്കാൻ നമുക്ക് ഇത് ഉരമരുന്ന് കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ അസുഖങ്ങളുള്ള കുഞ്ഞുങ്ങൾ, ഫോർ എക്സാമ്പിൾ രാത്രി കോളിക്കി പെയിനായിട്ട് തീരെ ഞെളിവിരി കൊണ്ട് കരയുന്ന കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഇത് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ യൂഷ്വലി ഇന്നത്തെ കാലത്ത് ഇതൊരു ടാബ്ലറ്റ് ഫോമിലാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ടാബ്ലറ്റ് വൃത്തിയുള്ള ഒരു കല്ലിൽ ഉരച്ച് ഒരു അരഭാഗം ആ കുട്ടിയുടെ ദിവസത്തിനനുസരിച്ച് നമ്മൾ ഉരച്ച് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ വയറുവേദനയുള്ള കുഞ്ഞാണെങ്കിൽ നമുക്ക് മാതളത്തോടും അതുപോലെ ചുക്ക്, കായം ഇതെല്ലാം ഒരു ഡോസ് കൂട്ടി 2-3 ഉരച്ച് കൊടുത്താൽ കംപ്ലീറ്റ് ആവും. അങ്ങനെയാണ് ഇത് 2 രീതിയിൽ ഉപയോഗിക്കുന്നത്. പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ മരുന്ന് മാത്രമായിട്ടും, അത് എന്തെങ്കിലും പാത്തോളജി ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഈ രീതിയിലും ഇത് ഉപയോഗിച്ചാൽ ഏറ്റവും ഫലപ്രദമായിരിക്കും. ഉപയോഗിക്കുമ്പോൾ വൃത്തിയുള്ള ഒരു കല്ല് അതിൽ കഴുകി ഓരോ ഇൻഗ്രീഡിയൻറ്റും എടുത്തിട്ട് നന്നായിട്ട് ഉരച്ചു 1-2 ഉര മാത്രമേ ഉരയ്ക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് ആ ഡ്രഗ് നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ പൂപ്പൽ ബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉരമരുന്ന് തേനിലോ മുലപ്പാലിലോ പാലിലോ എല്ലാം ഉരച്ചാണ് കൊടുക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ പ്രോപ്പർ വെഹിക്കിൾ അല്ലെങ്കിൽ മീഡിയം. അതെന്തുകൊണ്ട് ആ മീഡിയം ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ചില ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഫാറ്റ് സോല്യൂബിൾ ആയിരിക്കും. അത് പാലിൽ കൊടുത്താൽ മാത്രമേ ഏറ്റവും ഗുണകരമായി കുഞ്ഞിന് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മുലപ്പാലിൽ കൊടുക്കുന്നത്. ചിലത് തേനിലായിരിക്കും ഏറ്റവും ഇഫക്റ്റീവായിട്ട് അത് റീച്ച് ചെയ്യുന്ന അതിൻ്റെ ടാർഗറ്റ് സ്ഥാനത്തിലേക്ക്. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ കൊടുക്കുന്ന വെഹിക്കിൾ അഥവാ മീഡിയം ഓഫ് അഡ്മിനിസ്ട്രേഷൻ വളരെ പ്രധാനമാണ്. ഇനി ഇത് എത്ര വയസ്സ് മുതൽ കൊടുക്കാം? ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങൾ മുതൽ ഏകദേശം 2 വയസ്സ് വരെ കൊടുക്കാം. ആഴ്ചയിൽ 1-2 തവണയായിട്ടോ പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ സ്ഥിരമായി എല്ലാ ദിവസവും നമുക്കിത് കൊടുക്കാൻ സാധിക്കും. തികച്ചും ശാസ്ത്രീയമായ ആയുർവേദത്തിൻ്റെ ഈ അറിവ് ഇന്നത്തെ ജനറേഷൻ്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. തീർച്ചയായും നിങ്ങളത് ഉപയോഗപ്പെടുത്തുമല്ലോ അല്ലേ? ഹാപ്പി മദർഹുഡ്. താങ്ക് യു.